ടു സൈലം ലേണിംഗ്. അപ്പൊ മക്കളെ നമ്മൾ ഇതാ 2ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ 1ാം ക്ലാസ് പോലെ തന്നെയാണോ നമ്മുടെ 2ാം ക്ലാസ്? ഈ സബ്ജക്ട് വൈസ് നോക്കിയാൽ നമുക്ക് അതേപോലെയാണല്ലേ. കാരണം നമുക്ക് 1ാം ക്ലാസ്സിലും മലയാളം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, മാത്സ് ഉണ്ടായിരുന്നു, അതായത് കണക്കുണ്ടായിരുന്നു. ഇനി അതേപോലെ തന്നെയാണ് നമ്മുടെ 2nd സ്റ്റാൻഡേർഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. മലയാളത്തിന് ഒരു പാഠപുസ്തകമുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷിന് ഒരു പാഠപുസ്തകമുണ്ട്, ഇനി അതുപോലെ തന്നെ മാത്സിന് മറ്റൊരു പാഠപുസ്തകമുണ്ട്. ഇനി എക്സാം എങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത്? നമുക്ക് അറിയുന്നത് പോലെ തന്നെ മലയാളവും അതുപോലെ തന്നെ മാത്സും കൂടി ഒരുമിച്ച് ഇന്റഗ്രേഷൻ 1, ഇന്റഗ്രേഷൻ 2, ഇന്റഗ്രേഷൻ 3 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് എക്സാം വരുന്നത്. ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സാം ഉണ്ട്. അപ്പൊ എക്സാമിന്റെ പാറ്റേൺ ഒക്കെ നമ്മൾ ഈ 1ാം ക്ലാസ് പോലെ തന്നെയാണ് 2ാം ക്ലാസ്സും. പക്ഷെ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു മാറ്റം എന്താന്ന് വെച്ചാൽ നമ്മുടെ പാഠപുസ്തകം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഇത്തവണ 2ാം ക്ലാസ് എന്ന് പറയുന്നത് പുതിയ പാഠപുസ്തകമാണ് ഫോളോ ചെയ്യുന്നത്. ഈ പുതിയ പാഠപുസ്തകത്തിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് മലയാളത്തിലെ കാര്യം തന്നെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മലയാളത്തിൽ പാർട്ട് 1ന്റെ ബുക്കൊക്കെ വന്നിട്ടുണ്ട്. പാർട്ട് 1 നമ്മൾ ബുക്ക് ചെക്ക് ചെയ്താൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് ഏറ്റവും ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് കാണുന്നത് ഏതാണ്? യെസ്, മഴയോ മഴ. അതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതൊരു ചെറിയ പോയം, ഒരു ചെറിയ കവിതയാണ്. ഇനി 2nd യൂണിറ്റ് എന്ന് പറയുന്നത് നന്നായി ഉണ്ണാൻ. ഇനി 3rd യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് അമ്മേ സ്വാതന്ത്ര്യം. ഇനി 4th എന്ന് പറയുന്നത് പൂരം പൊടിപ്പൂരം. ഓക്കെ, നെക്സ്റ്റ് രുചിമേള, ഏറ്റവും ലാസ്റ്റ് പറക്കും വീട്. അപ്പൊ ഈ പറയുന്ന 6 പാഠങ്ങളാണ് നമുക്ക് നമ്മുടെ 1ാമത്തെ പാർട്ടിൽ പഠിക്കാനുള്ളത്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് പാർട്ട് 2 ഉണ്ടാവും, അതും നമുക്ക് പഠിക്കണം. അപ്പൊ ഈ ഒരു മലയാളം പാഠപുസ്തകത്തിൽ നമ്മൾ 1ാം ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് പോസ്റ്റ് ഉണ്ടാക്കാൻ പഠിക്കണം, കഥ പൂർത്തിയാക്കാൻ പഠിക്കണം, കടങ്കഥകൾ പഠിക്കണം, അതുപോലെ തന്നെ എന്താണ് കവിതകൾ ഈണത്തിൽ പാടി പുതിയ വരികൾ ഉണ്ടാക്കാൻ പഠിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നുണ്ട്. ഇതുകൂടാതെ കത്തെഴുതാനും നമ്മൾ ഈ പറയുന്ന 2ാം ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മലയാളത്തിൽ നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന കുറേ കാര്യങ്ങൾ. ഇത് കൂടാതെ തന്നെ ചെറിയ രീതിയിൽ പ്രസംഗം തയ്യാറാക്കേണ്ടി വരും, ഡയറി എഴുതേണ്ടി വരും, ക്ഷണക്കഥ തയ്യാറാക്കേണ്ടി വരും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനി അത് തന്നെ ധാരാളം പാട്ടുകളിലൂടെയും ധാരാളം കഥകളിലൂടെയും പിന്നെ ചിത്രകഥയിലൂടെയും ഒക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഇത്തവണ നമ്മുടെ 2ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകം അടിപൊളിയായിട്ട് പഠിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ എല്ലാവരും എന്താണ് ഫുൾ സപ്പോർട്ടായിട്ട് നമ്മുടെ സൈലത്തിന്റെ കൂടെ വേണം. നിങ്ങൾക്ക് വേണ്ടി സൈലം ഇതാ ക്ലാസ് 2 യൂട്യൂബ് ചാനലുണ്ട്. ഈ ക്ലാസ് 2 യൂട്യൂബ് ചാനലിൽ നമ്മൾ ഈ പറയുന്ന സബ്ജക്റ്റിന്റെ ഒക്കെ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചെറിയ ചെറിയ കോണ്ടന്റ് വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള കുട്ടി കുട്ടി വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അപ്പൊ എല്ലാ മക്കൾക്കും ആദ്യ വരെ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. Bye bye.